ഇനി അബ്ദുസ്സമദ് പൂക്കൂട്ടൂർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, കണ്ണിയത്ത് ഉസ്താദിനും ശംസുലുലമക്കും തെറ്റുപറ്റിയെന്നോ ബാഹ്യശക്തികൾക്ക് മുമ്പിൽ അവർ വിധേയപ്പെട്ടോ എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത്. അതിൽ പറയാനുള്ളത്, കണ്ണിയ ഉസ്താദിനെ നിങ്ങളിതിൽ പ്രതി ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ണിയ ഉസ്താദ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് അവസാന കാലത്ത് മുഷാവറക്കേ വരാറുണ്ടായിരുന്നില്ല. കാരണം അത്രയും ആരോഗ്യസ്ഥിതി മോശമായിരുന്നു, ഓർമ്മക്കുറവ് നല്ലോണം ഉണ്ടായിരുന്നു, വിശ്രമ ജീവിതത്തിലായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും കണ്ണിയ ഉസ്താദ് അറിഞ്ഞിട്ടുമില്ല. കണ്ണിയത്ത് ഉസ്താദിനെ ആരും ധിക്കരിച്ച് പോയിട്ടുമില്ല. ഉള്ളാൾ തങ്ങൾ തന്നെ ആയിരുന്നു എല്ലാ മുഷാവറക്കും അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത്. അവസാന മുഷാവറയിൽ കരുതിക്കുട്ടി ഉള്ളാൾ തങ്ങളെ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിച്ച് വിട്ട സംഭവം അത് കണ്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷിറി ആലിക്കുഞ്ഞ് ഉസ്താദ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവരെല്ലാം ഇറങ്ങിപ്പോകാൻ നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയ അവസരം മുതലെടുത്ത് സമസ്തയുടെ പേര് പലതും കാട്ടിക്കൂട്ടെന്ന് വിചാരിച്ചിട്ട് പിടിച്ചിരുന്നതാണ്. ഉള്ളാൾ തങ്ങൾ അധ്യക്ഷ പദവിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടപ്പോൾ തന്നെ ഇവരെല്ലാവരും ഇറങ്ങിപ്പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവസാന കാലത്ത് ഒരു ബർക്കത്തിന് വേണ്ടി മാത്രമാണ് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡൻ്റായിട്ട് തുടർന്നത്. വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന ഉള്ളാൾ തങ്ങൾ തന്നെയായിരുന്നു ഒരു പ്രസിഡൻറ്റിൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗപ്പെടുത്തി പ്രവർത്തിച്ചിരുന്നത്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കില്ല, എന്നാൽ ഉള്ളാൾ തങ്ങൾ നേരിട്ട് പറയുന്നൊന്ന് കേട്ടു നോക്കൂ. കന്യമ്മയിലാണ് അവിടെ പോയപ്പോൾ ഞാൻ കാറിൽ നിന്നു, ഇവരയച്ചു. ഉള്ളാളത്തിന് വന്ന അവനെ എല്ലാം കൂടി ഒപ്പയച്ചു. അവിടെ ചെന്നപ്പോൾ നിങ്ങളെന്തേ വന്നു? ഞാൻ ഉള്ളാൾ മുതൽ ഞങ്ങളോടെ ഞങ്ങൾ കാറിലുണ്ട്. എന്തായാലും കൊണ്ട് വിളിക്കും കുഞ്ഞുമാനെ ഒമ്പ് പോവോ? അപ്പം ഇത്തെ മാനായിട്ട് വന്ന് ഒപ്പൽ വിളിക്കുന്നതാണ്. ഞാൻ ചെന്ന് ഞാൻ സ്ഥലം കല്ലി ഒരു സ്ഥലം കല്ലി മറിച്ചവന് തങ്ങൾ എന്ത് പണിയെടുത്തത്? തങ്ങൾ അവിടെ കാൽ കുത്തിരിക്കല, അവിടെ ഒന്ന് അങ്ങോട്ട് വരുന്നത്. അത് നിങ്ങളെന്നെ പുറത്താക്കിയില്ല. പിന്നെ ഞാൻ അങ്ങനെ വരുന്നത് തങ്ങളെ ഞാൻ പുറത്താക്കി. എല്ലാ പേപ്പറിലൊക്കെ ഒന്നുള്ള ഞങ്ങൾ പുറത്താക്കിയാണ്. ഞാൻ തങ്ങളെ പുറത്താക്കിയില്ല, ഞാൻ തങ്ങളെ കൂടെ ഇതൊരു ഉള്ളാളക്കാർ കേട്ടോ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കള്ളത്തയ്യാറായി ഉണ്ട് എന്നൊരു കുഴപ്പമില്ല. അല്ല അന്നൽ വീട്ടിൽ പുറത്താക്കി. കണ്ടില്ലേ, പുറത്താക്കിയ സംഗതി കണ്ണിയ ഉസ്താദ് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഉള്ളാൾ തങ്ങളുടെ ഈ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പ്രസിഡൻറ്റിനോട് ചോദിക്കാതെ അല്ലേ, കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിക്കാതെ അല്ലേ നിങ്ങൾ ഇവർ ഇറങ്ങിപ്പോയതിന് ശേഷം പുറത്താക്കി എന്നുള്ള തീരുമാനമെടുത്തത്? പുറത്താക്കിയെന്ന് പത്രത്തിൽ പോലും വാർത്ത കൊടുത്തത് കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിക്കാനല്ലേ? കണ്ണിയത്ത് ഉസ്താദ് പോലും അറിയുന്നപ്പോഴാണ് നിങ്ങൾ പത്രത്തിലേക്ക് കൊടുത്തിട്ടില്ലേ എന്നുള്ളത് ഉള്ളാൾ തങ്ങൾ പറയുമ്പോഴാണ്. അപ്പോൾ പ്രസിഡൻറ്റ് പോലും കണ്ണിയത്ത് ഉസ്താദ് പോലും അറിഞ്ഞിട്ടില്ല ഈ പുറത്താക്കിയതും അങ്ങനെ തീരുമാനമെടുത്തതും പത്രത്തിൽ കൊടുത്തത് പോലും. അങ്ങനെ പ്രസിഡൻറ്റ് പോലും അറിയാതെ ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവം തീരുമാനിക്കാനും അത് പത്രത്തിൽ കൊടുക്കാനും എന്ത് അധികാരമുള്ളത്? കണ്ണിയത്ത് ഉസ്താദിനോട് അല്പ ലെവലേഷൻ ബഹുമാനം ഉണ്ടെങ്കിൽ, ആദരവുണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് പോലും പറയില്ലേ? ഇങ്ങനെ ഇവർ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അവരെ പുറത്താക്കിയല്ലേ എന്ന് ചോദിക്കൂലേ? കണ്ണിയത്ത് ഉസ്താദ് ഉള്ളാൾ തങ്ങളോട് പറഞ്ഞെന്താ, ഞാൻ തങ്ങളെ കൂടെയാണെന്നാ. കണ്ണിയത്ത് ഉസ്താദിന് അറിയാം ഉള്ളാൾ തങ്ങളെടുത്ത ഹക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. സ്പോട്ടിൽ പറഞ്ഞു ഞാൻ തങ്ങളെ കൂടെയാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കേട്ട ആളുകളുണ്ട്. ഈ ഉള്ളാളത്തെ പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കാൻ തങ്ങളെ കൂടെ വന്ന ആളുകളുണ്ട്. അവരൊക്കെ കേട്ടിട്ടുണ്ട്. വെറുതെ തങ്ങളാണ്ട് നുണ പറയല്ല. ഉള്ളാൾ തങ്ങളുടെ ഭാഗത്ത് ഹക്കില്ല എന്നുണ്ടെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പറയോ? സമസ്തയുടെ സ്ഥാപക കാലത്തെ മുഷാവറങ്ങളിൽപ്പെട്ട ആളാണ്. ആ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പറയോ? ഹക്കില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ അങ്ങയുടെ കൂടെ ആണെന്ന് പറയോ? ചിന്തിക്കൂ നിങ്ങൾ. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഈ സംഭവം അറിഞ്ഞിട്ടുമില്ല, ഇവരെ പുറത്താക്കിയിട്ടുമില്ല, ഈ ബാഹ്യശക്തികൾക്ക് അടിമപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ ബാഹ്യശക്തികൾക്ക് വിധേയപ്പെട്ടു എന്നുള്ളത് കണ്ണിയത്ത് ഉസ്താദിനെ ചേർത്ത് നിങ്ങൾ പറയണ്ട. അത് ആളുകളെ പിരികേറ്റാൻ വേണ്ടി വെറുതെ പറയുന്ന എന്നുള്ളത് ആർക്കും ബോധ്യപ്പെടും. ഇനി ഇവരുടെ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുകളും കളവുകളും കേട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ച ചില പ്രവർത്തകരുണ്ടല്ലോ, അവർ പറയുന്നൊന്ന് കേൾക്കൂ. ഒരുപാട് കാലങ്ങളായി പിളർപ്പിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അടക്കമുള്ള പ്രഭാഷകന്മാരിൽ നിന്ന് ഞങ്ങൾ കേട്ടു തഴമ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ മഹല്ലുകളിൽ ഒരുപാട് കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുമരുകൾ മദ്രസകളിൽ ഉയർന്നിട്ടുണ്ട്. പള്ളികൾ രണ്ടായിട്ടുണ്ട്. പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രത്യാഘാതം ഈ ഒരു പിളർപ്പ് കൊണ്ട് സമുദായത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പിന്നോട്ട് ഈ സമുദായത്തെ വലിച്ചിട്ടുണ്ട്. സമുദായത്തിന്റെ ഊർജവും സമ്പത്തുമൊക്കെ ഈ തർക്കവിതർക്കങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാരാരാണെന്ന് കാന്തപുരം ഉസ്താദ് പറയണം. അടിവരയിട്ടുകൊണ്ട് പറഞ്ഞ ഹമീദ് ഫൈസി ഉസ്താദും അതുപോലെ ഒരു യാത്രാമധ്യേ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന നേരത്ത് AP വിഭാഗം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന നേതാക്കളിൽപ്പെട്ട ഒരു സയ്യിദ് അവിടേക്ക് വന്നു. അദ്ദേഹവും ഒരു ദീർഘയാത്ര പുറപ്പെടുകയാണ്. നേരത്തെ പരിചയമുള്ളതിനാൽ പരിചയം പുതുക്കുകയും ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് കിട്ടിയ ഒരു 10-15 മിനിറ്റ് സമയങ്ങളോളം ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് പിളർപ്പിന്റെ കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നത്. ഏറെക്കുറെ ഇന്നത്തെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുമെന്ന് തോന്നുന്നിടത്തേക്ക് നമ്മളൊക്കെ എത്തിച്ചേരുന്നുമുണ്ട്. ഒരു അനുഭവം പറയുകയുണ്ടായി. ഒരിക്കൽ കാന്തപുരം ഉസ്താദ് ഒരു വിദേശയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പേന കൊണ്ടുവന്നിരുന്നു. ആ പേന ഷെയ്ഖുന ശംസുലുലമക്ക് അദ്ദേഹം ഹദിയയായി സമ്മാനമായി കൊടുത്തു. അവർ തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ന് കാന്തപുരം ഉസ്താദിന്റെ ഒരു പ്രസംഗം നമ്മൾ കേട്ടു. അദ്ദേഹം അതിൽ വിതുമ്പുന്നത് കണ്ടു, കരയുന്നത് കണ്ടു.
അത്രമേൽ ആത്മബന്ധമുണ്ടായിരുന്നവരാണ് അവർ രണ്ടുപേരും എന്ന് ആ ഒരൊറ്റ സംസാരത്തിൽ നിന്നും ആ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പേന കിട്ടി, ശംസുൽ ഉലമ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. കാരണം തൻ്റെ ഒരു സതീർത്ഥ്യനാണല്ലോ അത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. മാത്രമല്ല സംഘടനാ രംഗത്തേക്ക് താൻ കൈപിടിച്ചു കൊണ്ടുവന്ന പ്രഗത്ഭനായ ഒരു പ്രതിഭയാണ്. അദ്ദേഹം ആ സമ്മാനം സ്വീകരിച്ചു. പക്ഷേ വേറെ ഒരാൾ, അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ രണ്ട് കൂട്ടരെയും ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു പണി ഈ പറയപ്പെട്ട സയ്യിദ് എന്നോട് പങ്കുവച്ചു. AP എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ട്, ഞാൻ കൊടുത്ത പേന കൊണ്ടാണ് EK എഴുതുന്നത് എന്ന്. അത് ശംസുൽ ഉലമക്ക് വല്ലാത്ത പ്രയാസം തോന്നി. സ്വാഭാവികമാണല്ലോ, ആരും അമ്പിയാക്കളല്ലാത്തത് കൊണ്ട് തന്നെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ അതൊരു മുറിവേൽപ്പിക്കുമല്ലോ. ഷെയ്ഖുനാക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കി എന്നറിയാൻ കഴിഞ്ഞു. ആ തിരുപ്പുണ്ടാക്കിയ ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമല്ല, അതിലെ അത്ഭുതം, ഇന്ന് സമസ്തക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ധ്രുവീകരണ പ്രവർത്തനങ്ങൾക്കും മുൻപിൽ നിൽക്കുന്നവരും ഇത്തരം ചേരിതിരിവുകൾക്ക് നേതൃത്വം നൽകുന്നവരുടെ എല്ലാ വേദികളിലും സജീവ സാന്നിധ്യമായി കാണുന്നയാളുമാണ്. കേട്ടല്ലോ, അബ്ദുൽ സമദ് പൂക്കോട്ടൂരിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് ഒരുപാട് കാലം പല മഹല്ലുകളിലും പ്രശ്നങ്ങളുണ്ടായി, പല കാര്യങ്ങളും അയാൾ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, വേറൊരു കാര്യം അയാൾ ഒരു പേന AP ഉസ്താദ് ശംസുൽ ഉലമക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഒരാളെക്കുറിച്ച്. ഇതൊക്കെ തന്നെയാണ് ബാഹ്യശക്തി എന്ന് പറയുന്നത്. ഒരു പേന ഹദിയായി കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇവരെ തമ്മിൽ അകറ്റാൻ നോക്കുക. എന്നിട്ട് പറയാണ് ഒരു ബാഹ്യശക്തിയും ഇടപെട്ടിട്ടില്ല എന്ന്. ഇതൊന്നും ഞങ്ങളല്ലട്ടോ പറയുന്നത്, AP ഉസ്താദിൻ്റെ ആളുകളല്ല പറയുന്നത്. ഇത് നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ട് വളർന്ന ആളുകളാണ് പറയുന്നത്. അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. നിങ്ങളൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒന്നിനും ഒരു അടിസ്ഥാനവും വസ്തുതയില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. ഏതായാലും ഓണംപള്ളി ഫീസ് ബാക്കി പറയട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയി. കാരണം അവർക്ക് അവരുടെ ഐഡിയോളജി ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ല. ഈ മതേതര സമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അവർ പിന്നോട്ട് പോവാണ്. അവർക്ക് നബുലാല മൗദൂദ് എന്ന് പറയുമ്പോൾ രണ്ട് ചെവിയും പൊത്താനുള്ള അവസ്ഥയിലാണ് അവരെന്നുള്ളത്. ഈ രീതിയിൽ വിദഈ ആശയങ്ങൾക്ക് ശരിയായ അർത്ഥത്തിൽ ശാസ്ത്രീയത ഇല്ല. വേണ്ടത്ര ഈ സമൂഹത്തോട് ഇത് പറയാൻ പറ്റൂല എന്ന്. സലഫി ആശയങ്ങൾ പറയാൻ പറ്റാത്ത എത്രയോ പ്രശ്നങ്ങൾ അവിടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പിന്നോട്ട് പോകുമ്പോൾ നമ്മളിത് ശക്തിപ്പെട്ടു എന്ന് പറഞ്ഞ് വെറുതെ അവരെ ജീവിപ്പിക്കാനുള്ള ശ്രമം നടത്താണ്. ജമാഅത്തുകാർക്ക് ഇപ്പോൾ പഴയ വാദമൊന്നുമില്ല. അബുലാല മൗദൂദിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർ ചെവി പൊത്തും. എന്തൊക്കെയാണ് വെളുപ്പിക്കൽ. ഈ വാദം ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ പിന്തുണക്കുന്നതിന് മുമ്പുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇലക്ഷനിൽ UDFനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചതിന് ശേഷമല്ലേ അവർക്കിപ്പോൾ വാദമില്ല. VT സതീശൻ പറഞ്ഞല്ലോ, അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയല്ലേ. മറുത്ത് പറഞ്ഞാൽ അത് ലീഗിന് ദോഷം ചെയ്യുന്നുള്ളവരൊക്കെയല്ല ഇപ്പോൾ ഇങ്ങനെ പറയണത്. ഞങ്ങളുടെ പല നേതാക്കന്മാരും പരസ്യമായിട്ട് പത്രക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അവർ മൗദൂദിയെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗദൂദിയുടെ പുസ്തകങ്ങളൊന്നും ഒഴിവാക്കട്ടെ. മൗദൂദിയെ പരസ്യമായിട്ട് അവർ തള്ളി പറയട്ടെ. മൗദൂദിയുടെ വാദങ്ങളൊന്നും ഞങ്ങളിപ്പോൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളതൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് പരസ്യമായിട്ട് പറയട്ടെ എന്ന് ഞങ്ങളെ നേതാക്കന്മാർ പലരും പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരക്ഷരം അവരെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല അത്. എന്നിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് അത് കിട്ടി? മൗദൂദിയുടെ പേര് കേട്ടാൽ ചെവി പൊത്തും, അവരിപ്പോൾ അതൊന്നും അംഗീകരിക്കണില്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ പറയുന്നത് അമിതമായ രാഷ്ട്രീയ വിധേയത്വം കൊണ്ടാണ്. ആ പാർട്ടിക്ക് വേണ്ടി ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷന് മുമ്പ് ഇതായിരുന്നില്ല അവരുടെ നിലപാട്. ഇവരുടെ കൂട്ടത്തിലുള്ള നാസർ ഫൈസി കൂടത്ത എന്ന് പറയട്ടെ, ഇലക്ഷന് മുമ്പ് കഴിഞ്ഞ വർഷം നടന്ന പ്രഭാഷണം ഒന്ന് കേട്ടുനോക്കും. ജമാഅത്തെ ഇസ്ലാമി കാലങ്ങളോളമായി പുതിയ ആവശ്യങ്ങളുമായി പുതിയ രംഗങ്ങളുമായി കൊണ്ട് മുന്നോട്ട് വരുന്നവരാണ്. അമൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മതരാഷ്ട്രവാദം ആവശ്യമാണ്. ഇസ്ലാമിക ഹുക്കൂമത്തില്ലാത്തൊരു രാജ്യത്ത് അമൽ പൂർണ്ണമാവില്ല എന്ന് ഫത്വ കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം മുറിച്ച് മാറ്റാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കൂടെ കൂടിക്കൊണ്ടിരിക്കും. ഇന്ന് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന സിദ്ധാന്തം നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. മതേതരത്വ വിരുദ്ധമായിരിക്കുന്ന സിദ്ധാന്തം. പിടിച്ചു നിൽക്കാൻ മതേതരവാദം എന്ന നാട്യമുണ്ടെങ്കിലും അകക്കാമ്പ് മതരാഷ്ട്രവാദമാണ്. അപ്പോൾ ഇലക്ഷന് മുമ്പ് ഇതായിരുന്നു അവസ്ഥ. പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ ഇലക്ഷന് ശേഷം കഥ മാറി, നിലപാട് മാറി. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അബു അലി ഹസൻ നദ്വിയെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ വിധേയികളെ വെള്ളപൂശാനും അവരെ മഹാന്മാരാക്കാനും ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സുഹാബികളെന്ന് മറ്റാൾക്കാർ പറയണത്. അത് ശരിക്കും ഓർക്കണം. അപ്പോൾ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി നാസർ ഫൈസി കൂടത്തായി ഈ പരിപാടിയിൽ വെച്ചിട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അന്ന് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എടുത്ത തീരുമാനമായിരുന്നു എറണാകുളം സമ്മേളനത്തിന് പോകരുതെന്ന്. ഒറ്റ മറുപടിയുള്ളൂ, സമസ്ത മുഷാവറ പോകരുതെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ പറയും. എറണാകുളം സമ്മേളനത്തെക്കുറിച്ചാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തീരുമാനം എടുത്തു എന്ന് ആദ്യം അയാൾ പറയുന്നുണ്ട്. അറിയാതെ സത്യം പറയാന്നൊക്കെ പറയില്ല, അത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് അതെന്ത് അബദ്ധമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും സമസ്തയുടെ മുഷാവറ തീരുമാനം അയാൾ പറയുന്നുണ്ട്. ആദ്യം അറിയാതെ സത്യം പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളെ കാണിക്കാൻ പറ്റുമല്ലോ. ഇനി എന്താണ് എറണാകുളം സമ്മേളനത്തിൽ സംഭവിച്ചെന്ന് MA ഉസ്താദിനെ പറയട്ടെ, ഒന്ന് കേട്ടോക്കാം. SVSന്റെ എറണാകുളം സമ്മേളനവും അതേ ജില്ലയിൽ വെച്ച് തന്നെ MM മുഹിയുദ്ദീൻ മൗലവിയുടെയും നാട്ടിക മൂസ മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ച
മധ്യ കേരള സുന്നി സമ്മേളനവും നടത്തരുതെന്ന് 1988 ഒക്ടോബർ മാസത്തിൽ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ചേർന്ന മുഷാവറ യോഗം വിലക്കിയിട്ടും എറണാകുളം സമ്മേളനം നിർത്തിവെക്കാത്തത് അച്ചടക്ക ലംഘനമല്ലേ? മധ്യ കേരള എന്നൊരു സംഘടന ഉണ്ടായിട്ടില്ല. മറിച്ച് എറണാകുളം സമ്മേളനം SYS രൂപീകരിച്ച് തീരുമാനിച്ചതിന് ശേഷം അതിനെ എതിർക്കാനാക്കി ആ പേര് ഉണ്ടാക്കിയതാണ്. ആ പേരിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളെ സംഘടിപ്പിച്ചതും ശരിയാണ്. എങ്കിലും മാന്യമായ നിലക്ക് അവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അതിൽ ശംസുൽ ഉലമ ഇടപെടുകയും ചെയ്തിരിക്കുന്നു. ശംസുൽ ഉലമാൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നില്ല. സംഗതി നടന്നത് ആ മുഷാവറ തീരുമാനിച്ചെന്ന് പറയുന്നത് ഞങ്ങൾ മുഷാവറയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ആയിരിക്കണം. ഞങ്ങളുള്ള മുഷാവറയിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധകമല്ല. മധ്യ കേരള സുന്നി സമ്മേളനം മധ്യ കേരള സുന്നി സമ്മേളനം എന്നല്ലാതെ മധ്യ കേരളം ഒരു സംഘടന ഉണ്ടായിട്ടില്ലല്ലോ, ഒന്നുമില്ലല്ലോ. പിന്നെ ഒരു ഇല്ലാത്ത സംഘടനയിൽ അന്ന് എന്നിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. എന്നാലും ആ ഭാഗത്ത് നമ്മുടെ പ്രവർത്തകന്മാരായി യോജിച്ച് പോകണമെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എന്നും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. പക്ഷേ അത് വിജയിച്ചിട്ടില്ല എന്ന് മാത്രം. 1989 ചേർന്ന മുഷാവറ യോഗത്തിൽ എറണാകുളം സമ്മേളനം നടത്തരുതെന്ന തീരുമാനത്തിൽ കാന്തപുരം ഉസ്താദും ഉള്ളാളത്തങ്ങൾ MA ഉസ്താദും ചിത്താരി ഉസ്താദും ഒപ്പുവെച്ചതിന് ശേഷം സമ്മേളനം നടത്താൻ നേതൃത്വം കൊടുത്തത് ആത്മവഞ്ചനയായല്ലേ കൂട്ടാക്കുന്നത്? ഇല്ല, ഞങ്ങൾ പങ്കെടുത്ത് ഒപ്പിട്ടുന്ന ഒരുപക്ഷെ ഞങ്ങൾ ഒപ്പിട്ട് ചേർന്ന മുഷാവറ ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷമാവാം. ഒപ്പുകൊണ്ട് മാത്രം ഞങ്ങൾ പങ്കെടുത്തു എന്ന് പറയാൻ നിർവാഹമില്ല. എത്രയോ സമ്മേളനം സദസ്സിൽ കോളം ചെയ്യാൻ വേണ്ടി ഒപ്പിടലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒപ്പിട്ട യോഗത്തിൽ തീരുമാനിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ എറണാകുളം സമ്മേളനം അതിൽ നേതൃത്വം കൊടുത്ത നേരിട്ട് അനുഭവിച്ച MA ഉസ്താദ് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ സമസ്തയെ ധിക്കരിച്ച് പോയി എന്നതിന് യാതൊരു പ്രസക്തിയില്ല. അല്ലെങ്കിലും 1954 ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിൽ പറവണ്ണ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സംഘടനയുടെ സമ്മേളനം പോലെയാണോ ഒരു മധ്യ കേരള സമ്മേളനം? ഇത് ഒരുപോലെ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? മറ്റേത് സമസ്ത തീരുമാനിച്ചുണ്ടാക്കിയ സംഘടനയാണ്. അത് പ്രവർത്തന ഗോതയിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദും ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും ഏൽപ്പിച്ചു കൊടുത്ത സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ സമ്മേളനം പോലെ ഈ പെട്ടെന്ന് തട്ടിക്കൂട്ടിണ്ടാക്കിയ മധ്യ കേരള സമ്മേളനത്തെ കാണാൻ പറ്റുമോ? ആ മധ്യ കേരള സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സമ്മേളനം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ആ മഹാന്മാരുടെ കുരുത്തക്കേട് കിട്ടൂലേ? ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെയും പറവണ്ണ ഉസ്താദിൻ്റെയും കുരുത്തക്കേട് കിട്ടൂലേ? അവരുണ്ടാക്കിയ സംഘടനല്ലേ, അവരെ ഏൽപ്പിച്ചു കൊടുത്ത സംഘടനല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ SYSൻ്റെ സമ്മേളനം നിർബന്ധമായിട്ടും നടത്തണമെന്നുള്ള വാശിയിൽ ഇവർ എറണാകുളത്ത് സമ്മേളനം തീരുമാനിച്ചതും അത് വലിയ വിജയമായി തീരുകയും ചെയ്തു. ഈ SYSനെ കാന്തപുരം ഉസ്താദ് എത്രത്തോളം പ്രാധാന്യത്തോടാണ് കണ്ടിട്ടുള്ളതെന്നുള്ളത് AP ഉസ്താദ് പറയുന്ന കാര്യം ഷാഫിയാജി ഈ പരിപാടിയിൽ പങ്കെടുത്ത് പറയുന്നുണ്ട്. അന്ന് കേട്ടുനോക്കാം. ആദ്യം സംഘടിപ്പിച്ച ഒരു മസ്ലഹത്ത് വിശദീകരണ സമ്മേളനം AP അബൂബക്കർ മുസ്ലിയാർ നേരിട്ട് വന്ന് ചെമ്മാടാണ് ആദ്യം നടത്തുന്നത്. അന്ന് ചെമ്മാട് നടത്തിയിട്ട് അദ്ദേഹം ആ വിശദീകരണത്തെ അന്നത്തെ ആ നിബന്ധനകൾ വായിക്കുകയാണ്. അയാൾ എഴുതി കൊണ്ടുവന്ന് വായിക്കുകയാണ്. വായിച്ചിട്ട് അയാൾ പറഞ്ഞത്, നിങ്ങളുടെ നാട്ടുകാരൻ ചെമ്മാട്ടുകാരൻ ബാപ്പുട്ടി ഹാജിയും മഞ്ചേരിക്കാരൻ ഷെരീഫ് കുരിക്കളും CH ഐദ്രൂസ് മുസ്ലിയാരും വന്ന് എന്നോട് ആവശ്യപ്പെട്ടത് SYSഉം SSFും പിരിച്ചുവിടുക. സുബ്ഹാനല്ലാഹ്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും പാണക്കാട് പൂക്കോയത്തങ്ങളും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അമാനത്ത് ഞാൻ പിരിച്ചുവിടുകയോ? അയാളെന്ന് ചോദിച്ച ചോദ്യമാണ്. ചെമ്മാട് വന്നിട്ട് പ്രസംഗിക്കാണ്, നിങ്ങളുടെ നാട്ടുകാരൻ ചെമ്മാട്ടുകാരൻ ബാപ്പുട്ടി ഹാജി ഹയാത്തിലില്ലേ? ഇങ്ങനെ തന്നെ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തോട് പോയി ചോദിക്കൂ, മഞ്ചേരിക്കാരൻ ഷെരീഫ് കുരിക്കൾ ഹയാത്തിലുണ്ടല്ലോ, അദ്ദേഹത്തോട് പോയി ചോദിക്കൂ. അപ്പോൾ അതാണ് SYSന് അത്രത്തോളം പ്രാധാന്യത്തോടെയായിരുന്നു ഇവരൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മേളനം നടക്കാതിരിക്കാൻ പാടില്ല. അതിൻ്റെ സമ്മേളനം മഹാവിജയമായി തീരണം. ഈ തട്ടിക്കൂട്ടി സമ്മേളനത്തിന് വേണ്ടിയിട്ട് അത് ഒഴിവാക്കാൻ പാടില്ല എന്ന് ആർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു? ഇവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇത് സമസ്ത ഉണ്ടാക്കിയ സംഘടനയല്ലേ. ഈ മധ്യ കേരള സമ്മേളനം പിന്നെ നടന്നോ? പിന്നെന്തേ നടക്കാഞ്ഞു പോയി? അങ്ങനെ ഒരു സംഘടന ഉണ്ടോ? അപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടൂടെ അങ്ങനെ ഒരു സംഘടന ഇല്ല, തട്ടിക്കൂട്ടാണെന്നുള്ളത് ബോധ്യപ്പെട്ടൂടെ? സമ്മേളനം നടന്നിട്ടില്ല, ആ സംഘടന ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്തിനായിരുന്നു അങ്ങനെ ഒരു സമ്മേളനം ഇപ്പോൾ തീരുമാനിച്ചതെന്നുള്ളത്? ഇതൊക്കെ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയേണ്ട കാര്യമുണ്ടോ? പിന്നെ നാസർ ഫൈസി പറഞ്ഞ എന്താണ്? ദീർഘദൃഷ്ടിയോടുള്ള പ്രവർത്തനമായിരുന്നു 89 പുറത്താക്കിയതെന്ന്. പുറത്താക്കിയിട്ടില്ല കേട്ടോ, ഇറങ്ങിപ്പോന്നതാണ്. ദീർഘദൃഷ്ടിയോടുള്ള തീരുമാനമായിരുന്നു എന്ന് നാസർ ഫൈസി പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ മുടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ അഹമ്മദ് ഹസ്രജിയുടെ കയ്യിൽ നിന്ന് കൊണ്ട് വാങ്ങി ബോംബെ ജാലിയവാലയെ കൊടുത്തയച്ച മറ്റൊരു കേശം. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സനത് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അന്ന് ഏറ്റവും കൂടുതൽ അതിനെ എതിർത്തിട്ടുള്ള ആൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവാണ്. അദ്ദേഹം അതിനു വേണ്ടി യാത്ര നടത്തി, ബോംബെയിൽ വരെ പോയി അന്വേഷിച്ചു, മുടി വാങ്ങുകയൊക്കെ ചെയ്തുകയും കാന്തപുരത്തിനെ നിഷിദ്ധമായി വിമർശിക്കുകയും ചെയ്തു. വല്ലാത്ത രീതിയിലാണ് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നമ്മളൊക്കെ ആ മുടി വിവാദത്തിൽ കാന്തപുരത്തിൻ്റെ നിലപാടിനോട് വിരുദ്ധമായിരുന്നു.
അന്നെങ്ങാനും നമ്മുടെ കൂട്ടത്തിലായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരമെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി കൊണ്ടുവന്ന മുടീന് വ്യാഖ്യാനിക്കേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ പിറ്റേന്ന് അദ്ദേഹത്തിനെതിരെ നടപടി വരുമായിരുന്നു. അതില്ലാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് നേരത്തെ തന്നെ ദീർഘദൃഷ്ടിയോട് കൂടിയാണ് 959 എടുത്ത തീരുമാനം സുചിന്തിതമാണ്, ദീർഘദൃഷ്ടിയോടെയാണ്. സമസ്തക്കാർ വലിയ മുതൽക്കൂട്ടായി ബിദ്അത്തിനെ വല്ലാതെ തടയുകയും ചെയ്തു. അങ്ങനെ ദീർഘദൃഷ്ടിയോടുള്ള തീരുമാനമാണെങ്കിലും പുറത്താക്കിയതാണെങ്കിലും ഓക്കെ, ദീർഘദൃഷ്ടിയോടുള്ള ഒരു തീരുമാനമായിരുന്നു പറയാം. ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് ദീർഘദൃഷ്ടിയോടുള്ള തീരുമാനമാവുക? ഒരു കൂട്ടർ ഇറങ്ങിപ്പോകുന്ന ആളുകൾക്കല്ലേ ദീർഘദൃഷ്ടി ഉണ്ടാവുക? ഇത് കണ്ടു നിന്ന ആൾക്കാണോ ദീർഘദൃഷ്ടി ഉണ്ടാവുക? എന്ത് വർത്താനാണ് നാസർ ഫൈസി? ഇനി നിങ്ങൾ പറഞ്ഞ പോലെ വ്യാജമൊഴി കൊണ്ടുവരും, അല്ലെങ്കിൽ മറ്റ് സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള അനേകം പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കും. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ദീർഘദൃഷ്ടിയോടെ ശംസുൽ ഉലമ തീരുമാനമെടുത്തതാണ്, നേതാക്കന്മാർ തീരുമാനമെടുത്താണെന്ന് പറയുമ്പോൾ പിന്നെ ഈ സമസ്ത പിളർന്നു പോയതിൽ ഖേദിക്കൂലല്ലോ. അങ്ങനെ ദീർഘദൃഷ്ടി ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇവർ ഇത്രത്തോളം പ്രശ്നം സമസ്തക്ക് ഉണ്ടാക്കും എന്നുള്ള ദീർഘദൃഷ്ടി ഉണ്ടെങ്കിൽ സമസ്ത പിളർന്നു പോയതിൽ ഖേദിക്കൂലല്ലോ. ഇത് സമസ്ത പിളർന്നു പോയതിൽ വളരെ ഖേദമുണ്ടായിരുന്നെന്നും ഇത് യോജിക്കണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് എഴുതി വെച്ചത് ആരാണ്? അബ്ദുറഹ്മാൻ കല്ലായിയാണ്. ചന്ദ്രികയിലാണ് ഇത് വെച്ചത്. ശംസുൽ ഉലമ രോഗശൈലിക്ക് എടുക്കുമ്പോൾ പിളർന്നു പോയതിൽ ഖേദമുണ്ടെന്നും യോജിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്നും എഴുതി വെച്ചു ചന്ദ്രികയിൽ അബ്ദുറഹ്മാൻ കല്ലായി. അബ്ദുറഹ്മാൻ കല്ലായിനെ പറയട്ടെ. സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരുന്നു. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്രമാത്രം കഴിവുണ്ട്. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ശംസുൽ ഉലമ ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പിക്കും. ശംസുൽ ഉലമ ആഗ്രഹിച്ചിരുന്നു ഞാൻ ചന്ദ്രികയിൽ എഴുതിയിട്ടില്ലേ ഷെയ്ഖുനാന്റെ വഫാത്തിന് ശേഷം. നാസർ ഫൈസി പറഞ്ഞതുപോലെ ദീർഘദൃഷ്ടിയുടെ പേരിലാണ് അന്നൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ തീരുമാനം എന്താണെന്നുള്ള അറിയില്ല കേട്ടോ. കാരണം പുറത്താക്കൽ തീരുമാനം നടന്നിട്ടില്ല, ഇറങ്ങിപ്പോയതിന് ശേഷമാണ്. അപ്പോൾ എന്ത് തീരുമാനമാണ് ദീർഘദൃഷ്ടിയിൽ എടുത്തെന്നുള്ള അറിയില്ല, അതൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ ദീർഘദൃഷ്ടിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ യോജിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ദീർഘദൃഷ്ടി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പിളർന്നതിൽ അതിയായി ഖേദമുണ്ടെന്ന് പറയുമ്പോൾ ആ ദീർഘദൃഷ്ടിയിലായിരുന്നു. എന്ത് വിരോധാഭാസമാണ് ഈ നാസർ ഫൈസിയൊക്കെ പറയുന്നത്? പറയുന്നതിനോടൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല, പരസ്പരം കണക്റ്റ് ആവുന്നില്ല, പരസ്പര വിരുദ്ധമായിട്ടുള്ള വർത്തമാനങ്ങൾ. പിന്നെ തിരുകേശത്തെക്കുറിച്ച് പറഞ്ഞു, അതൊക്കെ കുറേ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ഇവർ പറയുന്നത് കേട്ടാതൊന്നും തിരുകേശം വ്യാജമാണെന്ന് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞു, അതൊക്കെ ഇപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത്. സത്യത്തിൽ ഇപ്പോഴും ഇതുവരെയായിട്ടും തിരുകേശം വ്യാജമാണെന്ന് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് യാത്ര നടത്തി ഹമീദ് ഫൈസി ബോംബെയിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. എത്ര പ്രാവശ്യം നിങ്ങൾ UAE പോകുന്നുണ്ട്? ഒരൊറ്റ പ്രാവശ്യം ആ ഖസറജിയുടെ അടുത്തുനിന്ന് പോയിട്ട് ആ തിരുകേശത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചൂടെ? ഇനി പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത്, കൂട്ടമായിട്ട് പോകണം. കുറച്ച് ആളുകൾ കൂടെ കൂട്ടണം. കാരണം അവിടെ പോയിട്ട് നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്തൊരു മറുപടിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജനങ്ങളോട് പറയുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ കേൾക്കാൻ കുറച്ച് ആളുകൾ വേണം. നിങ്ങൾ അറിയുന്നതുകൊണ്ട് പറയണം. അപ്പോൾ ഇതുവരെ ആയിട്ടും അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. സനദില്ല നിങ്ങളിങ്ങനെ നാവ് കൊണ്ട് പറയാന്നല്ലാതെ അതിന് കറക്റ്റായിട്ട് സനദ് അവിടുന്ന് വായിച്ചതാണ്, എല്ലാവരും കണ്ടതാണ്. മാത്രമല്ല ഇപ്പോഴും അത് നല്ല ഭവ്യതയോടെ സൂക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അത് കാണാനും സന്ദർശിക്കാനും വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും വ്യാജമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, വ്യാജമാണെന്ന് സമ്മതിച്ച് അത് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിൽ ഇതൊക്കെ പറയുന്നത്? വേണ്ട, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ പറയട്ടെ. കേശം പോലെയുള്ള അത് മുടി വിവാദം പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവർ പവിത്രമായി സൂക്ഷിക്കുകയും അതിൻ്റെ തബറുക്കെടുത്ത് ഇത്തരം സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? അതൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെന്നും ബർക്കത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം വ്യാജമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഞങ്ങളത് സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്നിട്ടിപ്പോൾ പറയാണ് അത് വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ എന്ന രീതിയിൽ, സമസ്തക്ക് വലിയ കോട്ടം തട്ടിയില്ലേ എന്ന രീതിയിൽ, ഈ കാരണം കൊണ്ടാണ് ശംസുൽ ഉലമ അന്ന് പുറത്താക്കിയത് എന്ന രീതിയിൽ സംസാരിക്കുന്നത്. ആർക്കായിരുന്നു ദീർഘദൃഷ്ടിയൊന്നും, ആരാണ് സമസ്തക്ക് പേരുദോഷം വരുത്തിയതെന്നുള്ളത് ജനങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല എല്ലാവരും. സമസ്തയിലേക്കും സമസ്തയുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ ബിദഅത്തുകൾക്ക് നുഴഞ്ഞു കയറാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക, സുന്നിയും ബിദഅത്തും കൂടി ചേർന്നുള്ളൊരു മിശ്രിതമായിട്ടുള്ള ആശയം പ്രചരിപ്പിക്കുക, മുസ്ലിം ലീഗിന് വേണ്ടി സമസ്തയുടെ ശത്രുക്കളായ ബിദഈ നേതാക്കളെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുക, അത്തരത്തിൽ അവരെ അഭിസംബോധന ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളെ സുഹാബികളെന്ന് പലരും വിളിക്കുന്നത്. ഇതൊക്കെ നിങ്ങളിൽ നിന്ന് സംഭവിക്കുമെന്ന് അന്ന് ദീർഘദൃഷ്ടിയോടെ ഒരു കൂട്ടർ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടുതലൊന്നും പറയാനില്ല. ഇവരിപ്പോൾ ഇങ്ങനൊരു പരിപാടി നടത്തി നേതൃത്വത്തെ കുറ്റം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് പറയേണ്ടി വന്നതാണ്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിച്ചതേ അല്ല. പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ പറയാൻ ഒരു തരത്തിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പറയേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ ആർക്കായിരുന്നു അന്ന് ദീർഘദൃഷ്ടിയൊന്നും, ആരെക്കൊണ്ടാണ് സമസ്തക്ക് പേരുദോഷം വന്നതെന്നും അവസാനത്തെ ഈ ഒരു വോയിസും കൂടി നിങ്ങൾ കേട്ടിട്ട് അതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വോയിസും കൂടി കേൾക്കും. എന്തൊക്കെ അനാചാരങ്ങൾ
നിർബല് പള്ളിയിൽ ഒതുങ്ങണം എന്ന് പറഞ്ഞ് ഇതിന് ഒരക്ഷരം നമ്മളെ പണ്ഡിതന്മാർ മുണ്ടണില്ല. ഒരു പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ട് എടുത്തു മാറ്റിയിട്ട് ലോകം മുഴുവൻ അറിയിച്ചിട്ട് അതൊരു അത് പല പത്രപ്രവർത്തകരും ചർച്ച ചെയ്യാം. ഇതെന്താണ് ആരും കാണാതെ പോണത്? നിങ്ങൾ കാണാതെ പോകണ്ട, നിങ്ങൾക്ക് വലിയൊരാൾക്കാരാണ് അത് എങ്കിൽ നിങ്ങൾ മുണ്ടാതിരി. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ നേതാക്കന്മാർ നിങ്ങൾ പറയണ്ട, അതൊന്ന് പറയാതിരുന്നാൽ മതി. നിങ്ങളൊരു അക്ഷരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ സമുദായ പാർട്ടിനെയും ഇവരൊക്കെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ, നമ്മുടെ നേതാക്കന്മാർക്ക് പേടിയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു കാര്യം ചെയ്യുക, ഈ ആഴ്ച ആത്മീയത അങ്ങോട്ട് ഒഴിവാക്കുക. ഈ സംഘടനൻ്റെ തലപ്പത്ത് നിന്ന് എടുത്ത് ഒഴിവാക്കും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ തലപ്പത്ത് CICൻ്റെ തലപ്പത്ത് ഇയാൾ, SNEസിൻ്റെ തലപ്പത്ത് ഇയാൾ, എന്താണ് നമ്മളെ എവിടേക്ക് പോയി നമ്മളെ നേതൃത്വം? എല്ലാം അതിൻ്റെ അപ്പത്തിന് നമ്മൾ മാനം ഇടിഞ്ഞു പോകുന്ന പറയും. അപ്പോൾ നമ്മൾ പറയാം അയാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ മാനം പൊളിഞ്ഞാടും എന്നറിയും. മാനം പൊളിഞ്ഞാടുന്ന എഴുതിയിട്ട് മുട്ടിട്ട് താങ്ങാനും നമ്മളെ കൊണ്ട് കഴിയൂല. മാനം പൊളിഞ്ഞാടാനും പൊളിഞ്ഞാടത്തെ ഇല്ല. ബിദ്അത്തിന്റെ വാബികൾ എല്ലാ പരിപാടിക്കും മൊത്തം പോവുക. എവിടേക്കെത്തി? എന്നിട്ട് പിന്നെ നമ്മളെ നേതൃത്വത്തിന് ഒരു മുണ്ടാട്ടമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ബാക്കിൽ പോകാതെ നൗദു ബില്ലാ പടച്ച റബ്ബ് കാക്കട്ടെ. ഹിന്ദി പാട്ടുകളും വെൽക്കം ഡ്രിങ്ക് കൊടുക്കുമ്പോൾ പെണ്ണുങ്ങൾ ഹിന്ദി പാട്ട് മറ്റേ പാട്ട് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതാണ് എന്ന് ഇസ്ലാമെന്ന് തെറ്റിദ്ധരിച്ചു പോകും ജനങ്ങൾ. നൗദു ബില്ലാ പിന്നെയും പറയാണ് പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ റബ്ബെ. ഈ മുസ്ലിം ഉമ്മത്തിനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതൊക്കെ കാണാതെ പോവല്ലാണ്. ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചിട്ട് നമ്മുടെ നേതൃത്വം പോവുകയാണ്. അതിലൊരു പ്രതിഷേധം ഞാൻ അറിയിക്കാം. ഞാൻ പ്രതിഷേധം അറിയിച്ചിട്ടൊരു കാര്യമില്ല. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അടക്കം ഈ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളെ നേതാക്കന്മാരും മൗനം പാലിക്കുകയാണ്. പണ്ട് ഇപ്പോൾ ഈ പറയപ്പെട്ട ഈ തീപ്പെട്ടിക്കൊള്ളി വരുതൽ കത്തിക്കൽ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലേ നമ്മൾ ഒരാളെ പറ്റിയിട്ട്, ആ ആൾ തന്നെയാണ് ഒരു കുട്ടി, ഒരു പ്രായപൂർത്തിയാകാത്തൊരു പൈതൽ സ്റ്റേജിൽ ഒരു സമ്മാനം വാങ്ങിയപ്പോൾ ആരാടാ ഈ കുട്ടിനെ ഇങ്ങോട്ട് വിളിച്ചെടുത്തിയത്? നിങ്ങൾക്കറിയില്ലേ അന്യ പെൺകുട്ടികളെ സ്റ്റേജിക്ക് വരുത്താൻ പാടില്ല എന്ന്? ഇതാണോ സമസ്തൻ്റെ നയം? നിങ്ങൾക്ക് ആരേത് ഇതിന് അധികാരം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചുമ്പിലുണ്ടാക്കി ലോകം അത് ചർച്ച ചെയ്തതാണ് അല്ലേ? അതിനുവേണ്ടി വനിതാ കമ്മീഷൻ ഏതൊക്കെ കമ്മീഷൻ കേസെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് വരുമ്പോൾ പണ്ടൊരാൾ പറഞ്ഞ മാതിരിക്ക് എൻ്റെ മകൻ കട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒലക്കാം മൂടുന്നത് വരെ അരി നെല്ലിട്ടിട്ട് ഇതാക്കണം എന്ന് പറഞ്ഞു. വല്ല ഉസ്താദ് നിങ്ങളെ മകനുണ്ടാണ് എന്നാൽ പിന്നെ ഒലക്കണ കടത്തിട്ടുള്ളൂ, എന്നിട്ട് അതിൻ്റെ മുകളിൽ അരിട്ടാൽ മതി എന്ന് പറയുന്ന ഒരു കോലത്തിലേക്ക് നമ്മളുടെ നേതൃത്വം എത്തി. അതായത് പൊതുജനങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഭയങ്കര സബിൽ മൂപിക്കാത്തായിട്ട് ചിത്രീകരിച്ച് ലോകം പറയിപ്പിക്കുക ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഔലിയ എന്നും പറഞ്ഞിട്ട്. ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ഈ കല്യാണത്തിന് വരുന്ന ആർഭാടങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നൊക്കെ എത്ര കോടി എത്ര ലക്ഷത്തിൻ്റെ ആർഭാട കല്യാണമാണ് ഇപ്പം നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്യാണം നടന്നു. ഈ പ്രാവശ്യം നമ്മളൊന്നും പാണക്കാട് സാധാത്യങ്ങളെ ഉപദേശിക്കാൻ നമ്മൾ അർഹനല്ല. പക്ഷേ ഇവരൊക്കെ പറഞ്ഞിരുന്നു കല്യാണങ്ങൾ മഹല്ലുകളിൽ ഒതുങ്ങണം എന്ന് പറയപ്പെട്ട ആളുകളുടെ കല്യാണത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ സമുദായത്തിൻ്റെ പോക്ക്. എന്നിട്ടൊക്കെ കണ്ടിട്ട് നമ്മളാരും നേതാക്കന്മാർ ഒരക്ഷരം ഉണ്ടെന്നില്ല. പിന്നെ നീട്ടി വിളിക്കും സയ്യിദുൽ ഉമ്മ, പിന്നെ നീട്ടി ശബ്ദ കൂട്ടി വിളിക്കും നമ്മൾ അല്ലേ? ഇപ്പം കഴിഞ്ഞ ജാമിയ നൂരിൻ്റെ സമ്മേളനത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞത് മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ അല്ലേ? പിന്നെയും ഇവരെ ഒപ്പം ആത്മീയത എന്നും പറഞ്ഞിട്ട് നമ്മളെ നേതാക്കന്മാർ തന്നെ ഇവരെ ഒപ്പം കൂടാണ്. എന്ത് ആത്മീയതയാണ് കിട്ടുന്നത്?